ദ റിപ്പ് നെറ്റ്ഫ്ലിക്സിൽ പുതുതായിട്ട് റിലീസായ ഒരു ഇംഗ്ലീഷ് ആക്ഷൻ ത്രില്ലർ പടമാണ്. ജോ കാനഹാൻ സംവിധാനം ചെയ്ത് മാറ്റ് ഡെയ്മൻ, ബെൻ അഫ്ലോക്ക്, സ്റ്റീവൻ യോൺ, ടിയാന ടൈലർ തുടങ്ങിയവർ അഭിനയിച്ച ഈ ഇംഗ്ലീഷ് ആക്ഷൻ ത്രില്ലർ പടത്തെ കുറിച്ചാണ് ഇന്ന്. ഒരു സ്പെഷ്യൽ പോലീസ് ടീമിന് ലക്ഷക്കണക്കിന് ഡോളേഴ്സ് ഒരു വീട്ടിലുള്ളതായിട്ട് രഹസ്യ വിവരം ലഭിക്കുന്നു. പക്ഷേ ഈ കാശിന്റെ പേരിൽ ഇവർ പരസ്പരം അടിയും അതോടൊപ്പം മറ്റു ചില ആൾക്കാർ കൂടി ഇതിലേക്ക് ഇൻവോൾവ് ആകുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളും ഒക്കെയാണ് ദ റിപ്പ് എന്ന സിനിമ പറയുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒറ്റവാക്കിൽ ഒരു ഡീസന്റ് ആക്ഷൻ ത്രില്ലറാണ് ദ റിപ്പ്. അങ്ങനെ ഭയങ്കര ട്വിസ്റ്റോ സംഭവം ഒന്നും ഇല്ലാത്ത ഒരു നോർമൽ ആക്ഷൻ പടമാണ്. പക്ഷെ സമയം കളയാൻ വേണ്ടി കണ്ടിരിക്കാൻ പറ്റുന്ന തരക്കേടില്ലാത്ത ഒരു പടം എന്ന് പറയാം. ഒരു സാധാരണ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോലീസ് സ്റ്റോറി ആണെങ്കിലും എൻഗേജിംഗ് ആയിട്ട് ഒരുക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആരാണിത് ശരിക്കും ചതിച്ചതെന്നറിയാൻ വേണ്ടി ഒരു ആകാംക്ഷ പ്രേക്ഷകർക്ക് പടം തീരുന്നത് വരെ തരുന്നുമുണ്ട്. അതും പോസിറ്റീവ് ആണ്. ആക്ഷൻ സീക്വൻസ്, ചേസിംഗ് ഒക്കെ പടത്തിൽ നല്ലതാണ്. അതുപോലെ ചില രംഗങ്ങൾ അത്യാവശ്യം ടെൻഷൻ നൽകുന്നുമുണ്ട്. ഒരു വാനിനകത്തുള്ള ഒരു സീൻ കിടുവായിരുന്നു. പിന്നെ ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സും സിനിമ സമ്മാനിക്കുന്നുണ്ട്. ടെക്നിക്കലിയും പടം മികവ് പുലർത്തുന്നുണ്ട്. ഇനി ഇതിന്റെ കാസ്റ്റിംഗ് അന്യായമാണ്. അത് ഈ പടത്തിന്റെ വലിയൊരു പോസിറ്റീവ് ആണ്. മാറ്റ് ഡെയ്മൻ, ബെൻ അഫ്ലോക്ക്, ഈ കോംബോയെ നമ്മൾ സ്ക്രീനിൽ ഒരുമിച്ച് കാണുന്നത് തന്നെ ഭയങ്കര സന്തോഷമാണ്. അത് കിടുവാണ്. രണ്ടുപേരും കിടലിനായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. സ്റ്റീവൻ യോണും നല്ലൊരു റോള് പടത്തിലുണ്ട്. ടിയാന ടൈലർ, നമ്മുടെ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ, അതുപോലെ ദ സ്ട്രോ എന്നൊരു പടം കഴിഞ്ഞ വർഷം നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അതിലൊക്കെയുള്ള ആക്ട്രസ് ആണ്. പുള്ളിക്കാരിക്ക് എല്ലാ പടത്തിലും നല്ല കിഡ്ലൻ റോളാണ് കിട്ടാറ്. ഇതിൽ ഒരു ഓക്കേഷ് കഥാപാത്രമാണ് ചെയ്തിട്ടുള്ളത്. ദേസി ആയിട്ട് വന്ന സാഷ കാലെ, ലോലോ ആയിട്ട് വന്ന കാറ്റലീന സാന്റിനോ മൊറീന എന്നിവരും കൊള്ളാം. ഇവരുടെ കൂട്ടത്തിൽ ഒരു പട്ടി കൂടെയുണ്ട്. ഷൂട്ട് ഔട്ട് ഒക്കെ നടക്കുമ്പോൾ പട്ടി സേഫ് ആണോ എന്നിവർ ഉറപ്പുവരുത്തുന്നതൊക്കെ നൈസായിട്ട് തോന്നി. ഇനി ടെക്നിക്കൽ സൈഡിലും പടം മികച്ച സിനിമ തന്നെയാണ്. ക്യാമറ, എഡിറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതുപോലെ സൗണ്ട് ഡിസൈൻ, ആക്ഷൻ കൊറിയോഗ്രഫി ഒക്കെ കൊള്ളാമായിരുന്നു. അങ്ങനെ ഭയങ്കര പുതുമയുള്ള കഥയോ അല്ലെങ്കിൽ വലിയ ഹൈ മൊമെന്റ് ഒന്നും അല്ലെങ്കിൽ ഒരു വാവ് ഫീൽ ഒന്നും തരുന്ന ഒരു പടമൊന്നും അല്ലത്. അങ്ങനെയുള്ള ഒരു സ്റ്റോറി അല്ല സിനിമയ്ക്കുള്ളത്. കഥാപാത്രങ്ങൾക്കിടയിലുള്ള കോൺഫ്ലിക്റ്റ് ഒക്കെ കൊണ്ട് പടം ഇൻട്രസ്റ്റിംഗ് ആകുന്നുണ്ടെങ്കിലും ഒരു വലിയ ഇമോഷണൽ ഡെപ്ത് ഒന്നും കഥയിലോ കഥാപാത്രങ്ങളിലോ ഒന്നും ഇല്ല. ഇത്രയും കിടലൻ കാസ്റ്റിംഗ് ഒക്കെ കൊണ്ടുവന്നിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു തിരക്കഥ കൂടി ഉണ്ടായിരുന്നെങ്കിൽ പടം കുറച്ചുകൂടി കിടുവായനെ എന്ന് തോന്നി. സോ മൊത്തത്തിൽ ഒരു ഡീസന്റ് വൺ ടൈം വാച്ചബിൾ ആക്ഷൻ പടമാണ് ദ റിപ്പ്. ഹൈലി റെക്കമെൻഡഡ് എന്നോ അല്ലെങ്കിൽ മസ്റ്റ് വാച്ച് എന്നോ അങ്ങനൊന്നും പറയാൻ പറ്റില്ല. അങ്ങനൊന്നും ഇല്ല. നേരം പോക്കിന് വേണമെങ്കിൽ ഒരു ഫൺ വാച്ച് എന്ന രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സിനിമയാണ്. പടം നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 1 മണിക്കൂർ 51 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ഒന്നും അല്ല, എല്ലാവർക്കും കാണാം. ഇംഗ്ലീഷിനൊപ്പം തമിഴ്, ഹിന്ദി ഡബ്ബിങ്ങും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി.